നമസ്കാരം. ഇന്ത്യയെ സ്നേഹിക്കുന്നവർ ഇന്ത്യയേക്കാൾ കൂടുതൽ പാകിസ്ഥാനിലുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോവും. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ, ഇന്ത്യക്ക് വേണ്ടി ജീവൻ തന്നെ കളഞ്ഞുകൊണ്ട് പാകിസ്ഥാനിലിരുന്ന് ഇന്ത്യയുടെ ശത്രുക്കളെ നിഷ്കരണം വധിക്കുന്ന ചില അജ്ഞാതരെന്ന് നമ്മൾ വിളിക്കാറുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവരെ അജ്ഞാതരെന്നല്ല വിളിക്കേണ്ടത്. നമ്മുടെ ഏറ്റവും വലിയ രാജ്യസ്നേഹികൾ, അതായത് ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ സഹോദരന്മാർ എന്നാണ് നമുക്ക് അവരെ വിശേഷിപ്പിക്കേണ്ടി വരുന്നത്. അത്തരം സഹോദരന്മാരുടെ വിളയാട്ടമാണ് ഇപ്പോൾ പാകിസ്ഥാനിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ ശബ്ദിച്ച അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ആയുധമെടുത്ത 50ഓളം പേരുടെ പട്ടിക നേരത്തെ തന്നെ ഇന്ത്യൻ സർക്കാർ പാകിസ്ഥാന് നൽകിയിരുന്നു. എന്നാൽ ഈ പട്ടിക ഒന്ന് പരിശോധിക്കാൻ പോലും പാകിസ്ഥാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, അത്തരം ഭീകരർക്ക് കൈയച്ചുള്ള സഹായം പാകിസ്ഥാൻ നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മോദി സർക്കാർ വരുന്നതിന് മുമ്പ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാര്യം മോദി സർക്കാർ വരുന്നതിന് മുമ്പ് 2008 നടന്ന ഹീനമായ ബോംബെ ഭീകരാക്രമണത്തിൻ്റെ പ്രതികളെ പോലും പാകിസ്ഥാൻ അവരെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് എടുത്തത്. ഈ പ്രതികളെ ഇന്ത്യക്ക് കൈമാറിയില്ലെന്ന് മാത്രമല്ല, അവർക്ക് കനത്ത സുരക്ഷാ വലയം ഒരുക്കുന്ന ഒരു രീതിയാണ് പാകിസ്ഥാൻ സർക്കാർ സ്വീകരിച്ചു വന്നിരുന്നത്. എന്നാൽ മോദി സർക്കാർ വന്നതിന് ശേഷം ഇന്ത്യ വളരെ കർക്കശമായ നിലപാടെടുത്തു. വീണ്ടും ഇന്ത്യ നേരത്തെ, അതായത് മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന ഭീകരരുടെ 20 പേരടങ്ങുന്ന ഭീകരരുടെ പട്ടിക മോദി സർക്കാർ പുനഃപരിശോധിക്കുകയും കൂടുതൽ പേരെ, അതായത് കൂടുതൽ തീവ്രവാദികൾ ഉൾപ്പെടുന്ന 50 പേരടങ്ങുന്ന 50 തീവ്രവാദികളുടെ പട്ടിക പാകിസ്ഥാന് കൈമാറുകയും എത്രയും വേഗം തന്നെ ഈ ഭീകരരെ ഒന്നുകിൽ അറസ്റ്റ് ചെയ്ത് ഇന്ത്യക്ക് കൈമാറുകയോ അല്ലെങ്കിൽ അവരെ വിചാരണ ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുകയോ ചെയ്യണമെന്ന് ഇന്ത്യൻ സർക്കാർ ആവശ്യപ്പെട്ടു. എന്നാൽ പാകിസ്ഥാൻ സർക്കാർ പഴയപടി, അതായത് മോദി വരുന്നതിന് മുമ്പുള്ള ഇന്ത്യയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരുന്നതെന്നുള്ള അവർക്കറിയാം. ഒരു അയഞ്ഞ മട്ടിലുള്ള നിലപാടാണ് ഇതിനെയും പാകിസ്ഥാൻ കണ്ടത്. എന്നാൽ പാകിസ്ഥാന് ഇവിടെയാണ് അബദ്ധം പറ്റിയത്. 2014 മോദി സർക്കാർ വന്ന് ആ 1ാം ടേം പൂർത്തിയാക്കുന്നതുവരെ മോദി സർക്കാർ വളരെ മൗനം പാലിച്ചു. പാകിസ്ഥാനോട് വീണ്ടും അന്താരാഷ്ട്ര കോടതികളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യക്ക് അതായത് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ അതിർത്തി കടന്ന് ഭീകരവാദ പ്രവർത്തനം നടത്തിയ തീവ്രവാദികളെ ഇന്ത്യക്ക് കൈമാറണമെന്ന് പാകിസ്ഥാനോട് ഇന്ത്യ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതൊന്നും തന്നെ പഴയപടി പാകിസ്ഥാൻ ചെവിക്കൊണ്ടില്ലെന്ന് മാത്രമല്ല, യാതൊരുവിധ നടപടിയും കൈക്കൊണ്ടില്ല. പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, ഇന്ത്യക്കെതിരെ ആയുധമെടുത്ത അല്ലെങ്കിൽ ഇന്ത്യൻ അതിർത്തി കടന്നു വന്ന് ഇവിടെ ഭീകരപ്രവർത്തനം നടത്തി നൂറുകണക്കിന് നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത തീവ്രവാദികളെ ഒന്നൊന്നായി തിരഞ്ഞുപിടിച്ച് ചില അജ്ഞാത ശക്തികൾ വധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ പാകിസ്ഥാനിലെമ്പാടും കാണാൻ കഴിയുന്നത്. ഈ അജ്ഞാതരുടെ ആക്രമണത്തിൻ്റെ അവസാനത്തെ ഇരയാണ് പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട കൊടും ഭീകരൻ അബു അത്തൽ എന്ന് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഭീകരരുടെ ഇടയിൽ സിന്ധി എന്നറിയപ്പെടുന്ന കൊടും ഭീകരനാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. ഇയാൾ ഒരു കോൺവോയ് വാഹനത്തിൽ പാകിസ്ഥാൻ പട്ടാളത്തിലെ അംഗങ്ങളുടെ സുരക്ഷാ അകമ്പടിയോടുകൂടി അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് ചലം എന്ന നഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ബൈക്കിലെത്തിയ അജ്ഞാതർ ഈ വാഹനത്തെ തടയുകയും പെട്ടെന്ന് തന്നെ മിന്നലാക്രമണം നടത്തി ഇയാളെ വധിച്ച ശേഷം ഈ അജ്ഞാതർ എവിടെയോ മടങ്ങുകയും അല്ലെങ്കിൽ എവിടെയോ ഓടിമറയുകയും ചെയ്യുന്ന ഒരു വാർത്തയാണ് നമുക്ക് പാകിസ്ഥാനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 2023 മാത്രം ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട 8ഓളം ഭീകരരാണ് പാകിസ്ഥാൻ്റെ മണ്ണിൽ തന്നെ വെടിയേറ്റ് മരിച്ചത്. ഇവരെ ആര് കൊന്നുവെന്ന് ഇന്ന് വരെ കണ്ടുപിടിക്കാൻ പാകിസ്ഥാനിലെ ഒരു അന്വേഷണ ഏജൻസികൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ വസ്തുത. നമുക്കറിയാം, ഇത്തരത്തിലുള്ള ചാരന്മാരെ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ സാധാരണ നടത്തുന്നത് ഇസ്രായേലിലെ മൊസാദാണ്. ഇസ്രായേൽ ശത്രു രാജ്യങ്ങളിൽ നുഴഞ്ഞു കയറുകയോ അല്ലെങ്കിൽ ആ രാജ്യത്തെ പൗരന്മാരെ വിലക്കെടുക്കുകയോ ചെയ്തുകൊണ്ട് അവരുടെ ശത്രുക്കളെ വധിക്കുന്ന പല കഥകളും അല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങളുമെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും അത് വിഷം കുത്തിവെച്ചോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ വിഷം കലർത്തിയൊക്കെയാണ് ഇസ്രായേൽ അവരെ വധിക്കാറുള്ളത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി തോക്കിന് തോക്ക് കൊണ്ട് തന്നെ മറുപടി പറയുന്ന ഒരു ശൈലിയാണ് ഇന്ത്യയെ സഹായിക്കുന്ന അജ്ഞാതർ പാകിസ്ഥാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ മാത്രമല്ല, ഇന്ത്യയിലെ വിഘടനവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന ഖാലിസ്ഥാൻ തീവ്രവാദികളെ അങ്ങ് കാനഡയിൽ പോയി ഇതേമാതിരി വെടിവെച്ച് കൊല്ലാൻ ഈ അജ്ഞാതർക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഏവരെയും ഞെട്ടിപ്പിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അൽ ജസീറ ചാനലിന് പാകിസ്ഥാനിലെ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ നൽകിയ ഒരു രഹസ്യ സംഭാഷണത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി,
ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ പേര് പുറത്തുവിടുകയോ ഒന്നും ചെയ്യരുത്. മാത്രമല്ല, ഈ 2023 മാത്രം 8 പേരാണ് പാകിസ്ഥാൻ്റെ മണ്ണിൽ കൊല ചെയ്യപ്പെട്ടത്. ഈ കൊലപാതകങ്ങളെല്ലാം നടത്തുന്നത് ഇന്ത്യയുടെ റിസർച്ച് അനാലിസിസ് വിങ്ങിൻ്റെ കീഴിലുള്ള ഹോസ്റ്റൈൽ ഇൻ്റലിജൻസ് ഏജൻസി എന്ന് പറയുന്ന ഒരു രഹസ്യ സംഘമാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തുന്നതെന്നാണ് പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ഈ പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥന്മാർക്ക്, പട്ടാള ഉദ്യോഗസ്ഥന്മാർക്ക് പലർക്കും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിക്കെതിരെ പരസ്യമായി പോലും ഒരു ആരോപണം നടത്താനുള്ള കെൽപ്പില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളെ ഭയക്കുന്നു എന്നുള്ളതാണ് അൽ ജസീറയുടെ വാർത്ത വായിക്കുമ്പോൾ നമുക്ക് ഏവർക്കും മനസ്സിലാകുന്നത്. എന്തായാലും ഇന്ത്യക്കെതിരെ ഒളിപ്പോർ നടത്തുന്ന, അതായത് ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിലുള്ള 20 പേരാണ് പാകിസ്ഥാനിലുണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട കൊടും ഭീകരരായ ഈ 20 പേരുടെ പട്ടികയിൽ ഇനി വെറും 4 പേർ മാത്രമാണ് അവശേഷിക്കുന്നത്. അത് ഒന്ന് ബോംബെ അധോലോക നായകനായിരുന്ന ബോംബെ ബോംബ് സ്ഫോടനത്തിന് ചുക്കാൻ പിടിച്ച ദാവൂദ് ഇബ്രാഹിം ഉൾപ്പെടെയുള്ള 4 പേരാണ് ഇനി ഈ പട്ടികയിൽ അവശേഷിക്കുന്നത്. പാകിസ്ഥാൻ ഭീകരരുടെ കാര്യം നമ്മൾ പറയുമ്പോൾ അതോടൊപ്പം ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ വിഷയവും കൂടി നമുക്കിവിടെ ചർച്ച ചെയ്തതുകൊണ്ട്, ഖാലിസ്ഥാൻ തീവ്രവാദികൾ, നമുക്കറിയാം ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കാനഡയാണ്. കാനഡയിൽ നിന്നും വൻതോതിൽ ഫണ്ടാണ് ഈ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത്. പാകിസ്ഥാനിലുള്ള ലെബനീസ് കനേഡിയൻ ബാങ്ക് വഴിയാണ് ഈ പണമെല്ലാം പാകിസ്ഥാനിലെത്തുന്നത്. പാകിസ്ഥാനിലെത്തിയ ശേഷം ഈ പണം അവിടെ നിന്ന് വീതം വെച്ച് ഒരു സംഖ്യ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കും ബാക്കി കാശ്മീരിലെ വിഘടനവാദികളുടെ കയ്യിലുമാണ് എത്തുന്നത്. ഇതെല്ലാം തന്നെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇതേ തുടർന്ന് ഈ പണം, അല്ലെങ്കിൽ ഖാലിസ്ഥാൻ വിഘടനവാദികൾക്ക് പണം സംഭരിച്ച് നൽകുകയും ഖാലിസ്ഥാൻ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന കാനഡയിൽ താമസിക്കുന്ന പ്രധാന ഖാലിസ്ഥാൻ തീവ്രവാദികളായ 4 പേരെ ഇതേ അജ്ഞാതർ തന്നെ കാനഡയിൽ ചെന്ന് വെടിവെച്ച് കൊന്നു കഴിഞ്ഞു. മോദി സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വന്ന് അവസാന കാലഘട്ടത്തിലാണ് ഈ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ അജ്ഞാതർ മിന്നലാക്രമണം കാനഡയിൽ അഴിച്ചുവിട്ടത്. അതിൽ ഒന്ന് ഹർദീപ് സിംഗ് നിജാർ 2023 ജൂൺ 19 കൊല്ലപ്പെട്ടത്. മറ്റൊന്ന് അവതാർ സിംഗ് ഖണ്ട, ഇയാൾ കൊല്ലപ്പെട്ടത് 2023 ജൂൺ 16 മറ്റൊന്ന് പ്രേംജിത്ത് സിംഗ് പജ്വാർ, ഇയാൾ 2023 മെയ് 6 കൊല്ലപ്പെട്ടത്. ഇതിലൊരു പ്രധാന ഖാലിസ്ഥാൻ ഭീകരനായ അവതാർ സിംഗ് ഖണ്ട താമസിച്ചിരുന്നത് ലണ്ടനിലാണ്. ലണ്ടൻ ആസ്ഥാനമാക്കിയാണ് ഇയാൾ ഭീകരവാദ പ്രവർത്തനം നടത്തിയിരുന്നത്. എന്നാൽ അവിടെയും ഇന്ത്യയെ സഹായിക്കുന്ന, ഇന്ത്യയെ സ്നേഹിക്കുന്ന ഈ അജ്ഞാതർ കടന്നു ചെല്ലുകയും ലണ്ടനിലെ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് വെച്ച് ഇയാളെ വിഷം നൽകി കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും നാളായി ഈ കൊലപാതകങ്ങൾക്കൊന്നും തന്നെ യാതൊരുവിധ തെളിവും കണ്ടെത്താൻ പാകിസ്ഥാനോ അല്ലെങ്കിൽ മറ്റ് അന്താരാഷ്ട്ര ഏജൻസികൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത്.